ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പവിയേട്ടൻ ഇന്ന് ക്ഷീണമാണോ? മെയ് ദിനം, തൊഴിലാളി ദിനത്തിൽ പവിയേട്ടൻ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് പേര് ഈ ഒരു വാർത്ത കേൾക്കാനും അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത് നല്ലതായിട്ട് പോകാനും കുറേ പേർക്കൊക്കെ ഇത് മോശമായി പോകാനും ആഗ്രഹമുണ്ട്. കാരണം വ്യക്തിഗതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലീവ് ഒരു കേസ്. ആ ഒരു കേസിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള വ്യക്തിഗതയും കാരണങ്ങളും ഒന്നും നമുക്ക് ബാധകമല്ല. കാരണം വേറെ ഒന്നുമല്ല, അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സിനിമയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നല്ലതായി ചെയ്യുകയാണെങ്കിൽ നല്ല സിനിമകൾ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളത്. അതിനകത്തിൽ വ്യക്തിയെയല്ല നമ്മൾ മുന്നോട്ട് കാണുന്നത്. ഇവിടെ ദിലീപ് എന്ന വ്യക്തിയെ നമുക്ക് പേഴ്സണലായിട്ട് അറിയില്ല. നമ്മൾ അദ്ദേഹം ചെയ്ത സിനിമകളിലൂടെ മാത്രം അദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇതേപോലെ തന്നെ ഓരോ നടന്മാരെയും. ഇന്ന് പവിയുടെ കളക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ളതാകും. രാവിലെ അല്ലെങ്കിൽ ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ ശക്തമായി പല സിനിമകളും നിൽക്കുമ്പോൾ ഇന്നത്തെ റിലീസ് മലയാളി ഫ്രം ഇന്ത്യ കൂടി ഗംഭീരം എന്നുള്ള ആദ്യ കാഴ്ചകൾ വരുമ്പോൾ ഇത് സിനിമയ്ക്ക് ക്ഷീണം ചെയ്യുമോ? കാരണം ഈ സിനിമ വിജയിക്കണമെന്നുള്ളത് ദിലീപ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതുപോലെ ദിലീപിന് ആവശ്യമാണ്. അതെല്ലാ നടന്മാരെയും പോലെ തന്നെ ഇവിടെ നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഉച്ചവരെ 162ഓളം ഷോകൾ വന്നു കഴിഞ്ഞപ്പോൾ 18% ഓക്യുപ്പൻസി, അതും 10 ലക്ഷത്തിന് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. സ്വാഭാവികമായി നോക്കുമ്പോൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ. ഇന്നലെ ഇതേ സമയം 6,54,000 രൂപ മാത്രമായിരുന്നു ലഭിച്ചത്. അപ്പോൾ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, 50% ഒരു കയറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ 8 കോടിക്കടുത്താണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. കേരള കളക്ഷൻ മാത്രമായിട്ട് സിനിമ ഏകദേശം 5 കോടിക്കടുത്തേക്ക് എത്തുന്നു എന്നുള്ളതുമാണ്. ഇന്നത്തെ കളക്ഷൻ നമുക്ക് നൽകുന്ന സൂചന വേറെ ഒന്നുമല്ല, പവിയേട്ടൻ അങ്ങനെ ക്ഷീണമായിട്ടില്ല എന്നുള്ളതാണ്. ആ ചോദ്യം അങ്ങ് മടക്കി വെച്ചൊരു മോനെ എന്ന് തന്നെ പറയാനുള്ളൂ. വേറെ ഒന്നുമല്ല, ഇന്ന് 50% മുകളിലാണ് ഇതിൻ്റെ ഇന്നലത്തെ ഇതേ സമയം വരെയുള്ള കളക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം സൂചിപ്പിക്കുന്നത്. ഇന്നലെ 42 ലക്ഷം രൂപയായിരുന്നു ട്രാക്ഡ് കളക്ഷൻസ് വന്നിരുന്നത്. അതായത് ഏകദേശം 65 ലക്ഷത്തിന് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷനെങ്കിൽ ഇന്ന് 80 ലക്ഷം രൂപ തൊട്ട് 1 കോടിക്കിടയിലായിരിക്കുമെന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചന. ഈവനിങ് ആളുകൾ എങ്ങനെ കയറുന്നു എന്നുള്ളതിനെ തന്നെ അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കളക്ഷൻ. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും പവിയേട്ടൻ്റെ ഇന്നത്തെ ദിനം മോശമല്ല. പവിയേട്ടന് ഇന്ന് ക്ഷീണമല്ല, ഉഷാറാണ് പവിയേട്ടൻ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.